ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാന് ഇന്നലെ രാത്രിയില് ആക്ച്വലി ഇന്ന് രാവിലെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് അതിന്റെയൊക്കെ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് എനിക്ക് രാവിലെ തന്നെ വന്ന് ഈ വിഷയം സംസാരിക്കാൻ സാധിക്കാതിരുന്നത്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വിഷു ആണല്ലോ. വിഷു ഭയങ്കര എന്താ പറയാ, സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണല്ലോ നമ്മൾ ഈ വിഷു എന്ന് പറയുന്നത് സാധാരണ കൊണ്ടാടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മതവിശ്വാസങ്ങളെയും എന്താ പറയാ താല്പര്യപ്പെടാതെയോ അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്തോ ഒന്നും ജീവിക്കുന്ന ഒരു എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള പല വിഷയങ്ങളുടെ പേരിലൊക്കെ ഉള്ള നമ്മളുടേതായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ നമ്മൾ പറയും. നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടായതുകൊണ്ട് തന്നെ നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല, അപ്പുറത്തേക്ക് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഇതിനെയും അപമാനിക്കാനോ ഒന്നിനും നിൽക്കാറില്ല. ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും നിൽക്കാറൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു വാണരാജ്, അഡ്വക്കേറ്റ് വാണരാജ് എന്ന് പറയുന്ന ഒരാള് ഇന്നലെ എല്ലാവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകളുടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. എല്ലാവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകൾ എന്ന് പറഞ്ഞ് ഈ വാണരാജ് ഒരു പോസ്റ്റ് ഇട്ടു. ഈ വാണരാജിന് അറിയില്ല ഇതിനകത്ത് സംസാരിക്കാൻ കഴിവുള്ള വാണരാജിന്റെ അതേ ഭാഷയില് അതേ രീതിയിലൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന, അതിനെക്കാട്ടിലും അപ്പുറത്തെ രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന, ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ടെന്നുള്ളത് വാണരാജിന് അറിയില്ല. അപ്പൊ വിഷു ആയിട്ട് വാണരാജിന് വേണ്ട വെടിക്കെട്ടും പൂരപ്പറമ്പും ഒക്കെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലൈവിൽ വന്നത്. ഇത് മറ്റുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. കാരണം അതിന് റീസൺ ഉണ്ട്. കാരണം ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ വാണരാജിന്റെ അണ്ണാക്കിലിട്ടുള്ള, വാണരാജിന്റെ നിലയ്ക്കാതെ ചത്ത് കിടക്കുന്ന പഴത്തിനിട്ടുള്ള ഒരു കൊട്ടാണ്. അത് വളരെ കൃത്യമായി പറയാം. ലൈവ് ആയതുകൊണ്ടിട്ട് തന്നെ കുറെ പരിമിതികളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ വാണരാജിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാറ്റഗറിയിൽ ചലിക്കുന്ന ആളുകളായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഈ അഡ്വക്കേറ്റ് വാണരാജിന്റെ വീട്ടിലുള്ളവരെ വിളിക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വാണരാജിന്റെ മാത്രം ചലിക്കാതെ കിടക്കുന്ന പഴത്തിലിട്ടുള്ള കൂട്ടായിട്ട് ഞാൻ ഈ സാധനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു വിചാരിച്ചത്. ഇത് രഹന ഫാത്തിമ അറിയായിരിക്കും, എന്റെ സുഹൃത്താണ്. രഹനയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ എടുത്തൊരു ഫോട്ടോയാണ് ശരിക്കും ഈ ഫോട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരാണ് ഈ ഫോട്ടോ. അതിൽ ബിന്ദു അമ്മണി ചേച്ചിയുണ്ട്, രഹന ഫാത്തിമ ഉണ്ട്, മൈത്രേയനുണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് കുക്കു ചേച്ചിയുണ്ട്, ശ്രീലക്ഷ്മി അറക്കിലുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ഇത്രയും പേരുള്ള ഒരു ഫോട്ടോയാണ്. ഇത് എസ്ര സക്രിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പോ ഈ ഫോട്ടോ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ്. രഹനയുടെ ലൈഫ് സ്റ്റോറി, രഹനയുടെ ജീവിത കഥ പുസ്തകമായി വന്ന സമയത്തുള്ള പുസ്തക പ്രകാശനത്തിന് എടുത്തതാണ് ഈ ഫോട്ടോ. അപ്പൊ വളരെ സന്തോഷമുള്ളൊരു ഫോട്ടോയുടെ തലക്കെട്ടാണ് എല്ലാവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകൾ എന്നുള്ളത്. അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമായിരിക്കും. അപ്പോ അയാൾ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്തേക്ക് അയാളുടെ എഴുന്നേൽക്കാത്ത പഴത്തിനിട്ട് കൊട്ടണം. വീണ്ടും അയാളുടെ എഴുന്നേൽക്കാത്ത പഴത്തിനിട്ട് കൊട്ടണം. ഇയാള് രാവിലെ വന്നിട്ട് വിഷു നന്നായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വിഷു കൈനീട്ടം വാങ്ങിക്കുന്ന വിഷു മെസ്സേജാണ് എന്റെ വായിൽ നിന്ന് ഇയാൾ കേൾക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാനിത് ഇന്നലെ മുതൽ ഇത് ആരൊക്കെ എന്നെ ടാഗ് ചെയ്ത് അതിന്റെ അടിയിൽ വിളിക്കുന്നുണ്ട്. ഈ വാണേശ്വരന്റെ വാണരാജൻ എന്ന് പറയുന്ന വാണരാജിന്റെ ഈ അഡ്വക്കേറ്റ് വാണരാജ്, ഇയാൾ ഇതിനു മുമ്പ് പലതരത്തിലുള്ള പ്രകടനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വാണേശ്വരനാണ് ഇയാള് ഭയങ്കര എന്താ പറയാ മതത്തിന്റെ അണ്ടറിലൊക്കെ നിൽക്കുന്ന, അതായത് ഹിന്ദുത്വ വിശ്വാസത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന നല്ലൊരു ചാണകത്തിൽ മുഴുകിയ ഒരു വിഷു എക്സ്പ്ലോട്ടിംഗ് ഒരു ചത്ത പഴമാണ് ഇയാള്. അപ്പോ ഇയാള് ഇത്രയും സ്ത്രീകളെ വെച്ചിട്ടാണ് ഇയാള്
വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകൾ ഇട്ടിരിക്കുന്നത്. ഇയാളുടെ വീട്ടിൽ കമ്പിത്തിരി തെളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല രീതിയിലുള്ള മാലപ്പടക്കം വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇയാളുടെ വീടിന്റെ ചുറ്റിലും നിന്ന് വേണം മാലപ്പടക്കം കെട്ടിയിട്ടിട്ട് വെക്കണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെടിക്കെട്ട്, പൂരം, അതുപോലെയൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തൃശ്ശൂർ പൂരം വരുന്നുണ്ട് കുക്കുചേച്ചിയുടെ നാട്ടില്. അപ്പൊ ആ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് ഈ പറഞ്ഞതുപോലെ കമ്പം, വെടിക്കെട്ട് ഇതിന്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ വെക്കണ മറ്റേ അമിട്ടിന്റെ ഒക്കെ അകത്ത് കയറി ഇരുന്നിട്ട് വെടി ആഘോഷിക്കുന്നത് നന്നായിരിക്കും. ഭയങ്കര രസമാണ് വെടിക്കെട്ട്, പൊളപ്പൻ സംഭവമാണ്. അപ്പം അതും ഈ വാണരാജിന് നല്ലതായിരിക്കും. വാണരാജ് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഈ കമ്പത്തിന്റെയും വെടിക്കെട്ടിന്റെയൊക്കെ മുകളിൽ കയറി ഇരുന്ന് താഴെ കൊടുക്കുന്ന ആ ഒരു വാണം കൊണ്ട് മുകളിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് സാധിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വാണരാജന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം കേട്ടോ. അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ സർക്കസിച്ചിട്ട് തള്ളാലോ, പ്രശ്നമില്ലല്ലോ. അപ്പോ ഇതിൽ നിന്ന് ഒന്നെടുത്ത് അരിക്കൊമ്പനിട്ട് പൊട്ടിച്ചാൽ പിന്നെ കേരളത്തിൽ എത്തി നോക്കുക പോലും ഇല്ല. കാരണം ഇതിന്റെ അടിയിൽ കിടക്കുന്ന ഈ പറഞ്ഞ ചാണകത്തിൽ മുങ്ങിയ മനുഷ്യരുടെയൊക്കെ ഒരു പ്രത്യേക തരം വല്ലാത്ത അവസ്ഥയാണ്. 5 കമ്പത്തിന്റെ ഇടയിൽ ഒരു മലവാണം, ഇതൊക്കെയായിരുന്നു അവരുടെ ഇത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഭാഷയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇയാള് പറഞ്ഞ ഭാഷയും ഇയാളുടെ ആളുകളുടെ കമന്റുകൾക്ക് അനുസരിച്ചാണല്ലോ നമുക്ക് മറുപടി നൽകാൻ പറ്റുന്നത്. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിൽ കൂടുതൽ അയാൾ വന്നിരുന്നെങ്കിൽ നന്നായിട്ട് അങ്ങ് കൊടുത്തണ്ടായിരുന്നു. കാരണം ഇയാളുടെ വിചാരം ഇയാൾക്കിട്ട് കൊട്ടൊന്നും കിട്ടൂലെന്ന്. ഇയാൾക്ക് എവിടെന്നെങ്കിലൊക്കെ ഈടിയിട്ട് 3 പഞ്ചറായി ഇയാൾ പോകും. ഉറപ്പായിട്ട് അത് ഉടനെ ഉണ്ടാവും. അങ്ങേർക്ക് അയാൾ അഡ്വക്കേറ്റ് ആണത്തെ. അഡ്വക്കേറ്റ് അവന്റെ അമ്മമ്മയുടെ നടുക്കെന്താ പുകഞ്ഞു നിൽക്കുന്ന ഒരു പൂക്കുറ്റി, വാണക്കുറ്റി, ഇതൊക്കെയാണ് പറയണത്. മൈത്രേയനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. അതുപോലെ ചുറ്റിലും നിൽക്കുന്ന സ്ത്രീകളെ വളരെയധികം അധിക്ഷേപിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ ഇടങ്ങളിൽ പല വിഷയത്തിന്മേലും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത സ്ത്രീകളെ അവരുടെ തോന്നിയ രീതിയിൽ അയാളുടെ നല്ല കഴപ്പ് മൂത്ത വാണം ഈ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത്. പിന്നെ പ്രായമൊക്കെ കുറെ ആയി, അതുകൊണ്ട് തന്നെ പഴം എണീക്കില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം സെക്ഷുവൽ ഫസ്ട്രേഷനും കൂടിയാണ് വാണരാജിന്. ചിലപ്പം ചില ആളുകൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ടൊക്കെ ചില ആളുകൾ ഭയങ്കരമായിട്ടൊക്കെ ആസ്വദിക്കുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ വിഷുവായിട്ട് വന്നിരുന്ന് ഈ മധുരത്തെ കുട അടിക്കുന്നത് എന്തിനാണത് നിങ്ങൾ ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇതൊരു ഗതികെട്ട സിറ്റുവേഷനാണ്. വാണരാജ് രാവിലെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വാണക്കുട്ടി വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിലിട്ട പോസ്റ്റ് ആയിരിക്കണം. അപ്പം ഞാൻ പ്രതികരിക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിച്ചതാണ്. പല ആളുകളും പറയുന്നുണ്ട് ഈ ഒരു നല്ല ദിവസം തന്നെ വേണ്ടിയിരുന്നു വക്കീൽ സാർ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ട ഒരു രീതി അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ അത്തരത്തിലുള്ള ആളുകളെയൊന്നും കൂടുതലായിട്ട് ഇതാക്കുന്നില്ല. പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളടുത്ത് ഇത് ചോദിക്കുക പോലും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ കാണിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇയാൾക്കൊക്കെ നന്നായിട്ട് കഴപ്പ് പിടിച്ച് കിടക്കുന്നതാണ്. നല്ല പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ സ്ത്രീകളെ കാണുമ്പോൾ അത് ശരിക്കുള്ള പെണ്ണുങ്ങളെ കയ്യിൽ നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ശരിക്കും ഇങ്ങനെയുള്ളവർക്കെതിരെയാണ് സാധാരണ സ്ത്രീകൾ സംസാരിക്കുന്നത്. അത് ഉടനെ തന്നെ മിക്കവാറും അത് കിട്ടിക്കോളും എന്ന് വിശ്വസിക്കുകയാണ്. വീട്ടിനകത്തുള്ള സ്ത്രീകൾ തന്നെ മിക്കവാറും എടുത്ത് കാലേ വാരി തറയിലടിക്കാനുള്ള നല്ല സാധ്യതകൾ ഞാൻ കാണുന്നു. എന്തായാലും വിഷുവിന് ഇനി ഞാൻ കൈനോക്കി ഫലം പറഞ്ഞു എന്നുള്ളൊരു പ്രസ്താവനയായിട്ടും കൂടെ ഇത് എടുത്താൽ നന്നായിരിക്കും. ആരൊക്കെ എന്തോ കമന്റ് ചെയ്യുന്നു. ഹാപ്പി വിഷു. എനിക്ക് വിഷു കൈനീട്ടം വിട്ട എല്ലാ ആളുകൾക്കും താങ്ക് യു സോ മച്ച്. ഉണക്കപ്പഴം വാണരാജ്, സീരിയസ്ലി ഒരു വാണരാജ് ഉണ്ട്. അഡ്വക്കേറ്റ് വാണരാജ് എന്നാണ് അയാളുടെ പേര്. തിരുവനന്തപുരത്തുള്ളതെന്നാണ് പറയുന്നത്. ഒരു വാണരാജ്. അയാള് വിഷുവിന് രാവിലെ എണീറ്റിട്ട് ഇന്നലെ ശരിക്കും എനിക്ക് തോന്നുന്നു ശരിക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ദിവസമായിട്ട് 12 മണിക്ക് ശേഷം മുതൽ ആളുകൾ വിഷു കണി ഒരുക്കി കണി കണ്ടതിന് ശേഷം അവരൊക്കെ നല്ല ശുദ്ധ മനസ്സോടുകൂടി ഇരിക്കുന്നതാണ്. കറക്റ്റ് 12 മണി കഴിഞ്ഞതിന് ശേഷം ഈ വാണരാജാണ് ഇങ്ങനെ ഒരു രീതിയിൽ ക്യാപ്ഷൻ ഇട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്. അതായത് ഒന്നുകൂടെ നിങ്ങൾക്ക് അത് വായിച്ചു കേൾപ്പിച്ചു തരാം. ഏവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകൾ എന്നുള്ളതാണ് അയാളുടെ ക്യാപ്ഷൻ വന്നത്. അപ്പം എന്താ പറയാ, ഒരു മിനിറ്റ്.
അപ്പൊ ഞാൻ വിചാരിച്ചു വാണരാജിന് രാവിലെ തന്നെ അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. ഇതിനു മുമ്പ് ഇതുപോലെ ഈ പല കാര്യങ്ങളിൽ ഇയാളുടെ പ്രതികരണങ്ങൾ, സ്ത്രീകളോട് ഇയാൾക്ക് ഉള്ള ഒരു പ്രശ്നം, ഫ്രസ്ട്രേഷൻ, ഇയാൾക്ക് കിട്ടാത്ത എന്താ പറയാ മറ്റേ കഴപ്പിന്റെ എക്സ്ട്രീം സാധനം, അതൊക്കെ വെച്ചിട്ടാണ് ഇയാൾ പൊതുവെ സ്ത്രീകളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ലേബലൈസ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. അതായത് നിയമം, നീതിയൊക്കെ ഇത് എന്താ പറയാ മനുഷ്യർക്ക് നടപ്പിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ വിശ്വസ്തയോടെ പണിയെടുക്കുന്ന ഒരു നിയമപാലകൻ എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഒരു അഡ്വക്കേറ്റ്. സ്വാഭാവികമായിട്ടും ഇയാളൊക്കെ ആ പ്രൊഫഷനും വെച്ചുകൊണ്ടിരുന്നിട്ട് ഇത്തരത്തിലുള്ള ഇത് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന റെസ്പോണ്ട് മാത്രമാണ്. കാരണം ഇത്രയും സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ബിന്ദു ചേച്ചി ആയിക്കോട്ടെ, രേഹന ആയിക്കോട്ടെ, ശ്രീലക്ഷ്മി ആയിക്കോട്ടെ, ഈ നമ്മുടെ കുക്കു ചേച്ചി ആയിക്കോട്ടെ, മൈത്രേൻ ആയിക്കോട്ടെ, ഈവൻ മീ ഓൾസോ, ഞങ്ങളെ എന്താ പറയാ വെടിക്കെട്ടോട് കൂടിയ വിശ്വാശംസകൾ എന്ന് പറയുന്ന തലക്കെട്ട് എന്ത് അടിസ്ഥാനത്തിൽ അയാൾ കൊടുത്തെന്ന് അറിയില്ല. ഈ 16 വയസ്സിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഈ വാക്കിനെ വലിയ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ നമ്മൾ ഒരു താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഞാൻ എന്റെ കമ്മ്യൂണിക്കേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യുന്ന ഒരു സാഹചര്യം അല്ല ഇത്. കാരണം എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ ഇവന്മാരെ പോലുള്ള ഊളകൾ നടത്തുമ്പോൾ ഈ നാറുകളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഈ നാറുകളെ ചെയ്യണം എന്ന് തോന്നുന്നിടത്താണ് നമ്മളെ റിയാക്ഷൻസ് വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാണരാജിനെ പോലെ, അഡ്വക്കേറ്റ് വാണരാജിനെ പോലെയുള്ള ഊളകളെയൊക്കെ ശരിക്കും കാലേവാരി അവരുടെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ തറയിലടിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇവന്മാർക്കൊക്കെ കുറച്ചെങ്കിലും ബോധം വരുന്നെന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിൽ ഏത് സാഹചര്യത്തിലിരുന്നാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അയാൾ ഇട്ടതെന്ന് അറിയത്തില്ല. രാവിലെ എനിക്ക് തോന്നുന്നു വിഷുവായിട്ട് വയറ് നിറച്ച് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും പെണ്ണുങ്ങളെ വായിരിക്കണം അവരതം. എനിക്ക് തോന്നുന്നു അതൊരു സുഖമായിരിക്കാം കേട്ടോ, മേ ബി. പക്ഷെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. അപ്പൊ വാണരാജിന് എല്ലാവിധ വാണവിശ്വസും അറിയിക്കുകയാണ്, വിഷു വാണവിശ്വസ് അറിയിക്കുകയാണ്. അപ്പൊ നീ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ അണ്ണാക്കിൽ എടുത്ത് വെച്ച് പുഴുങ്ങിയിട്ട് നീ നന്നായിട്ട് ഇറക്കി നീ സംതൃപ്തി അടയണം എന്നുള്ളതും കൂടിയാണ് ഒരു റിക്വസ്റ്റ്. നീ അത് നിന്റെ ഒരു പോസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് കുറെ ചാണകങ്ങളെ കൊണ്ട് അതിനെ മെഴുകിപ്പിച്ചപ്പോൾ നിനക്ക് കിട്ടിയ ആ ഒരു സംതൃപ്തി, ഒരു സമാധാനം ഒക്കെ ഉണ്ടല്ലോ. അപ്പം നിന്റേതായിട്ടുള്ള സമാധാനവും ഐശ്വര്യവും ഒക്കെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളെ നീ മുൻനിർത്തി ഞങ്ങളെ കണ്ടുകൊണ്ട് തുടങ്ങണം എന്ന് വിചാരിച്ച നിന്റെ ഈ ഒരു പോസ്റ്റിന് ഞാൻ നന്നായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരി, എന്നാൽ വാണരാജ്, ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ